Good evening, students. എൻ്റെ പേര് വന്ദന. സോ ഞാനൊരു CA ഫാക്കൽറ്റിയാണ്, CMA ഫാക്കൽറ്റിയാണ്, CS ഫാക്കൽറ്റിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ്. 50 മാർക്സ് ആണ് പ്രോപ്പറായിട്ട് അതിൽ വരുന്നത്. അതിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കമ്പനി അക്കൗണ്ട്സ് ആണ്. കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഷെയറിന്റെ ഇഷ്യൂ, ഡിബെഞ്ചേഴ്സിന്റെ ഇഷ്യൂ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ്, ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്താ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, കുറേ പുതിയ ടേംസ് പഠിക്കാനുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. നമുക്ക് ഒരുമിച്ച് ഫണ്ണായിട്ട് പഠിച്ചു പോവാം. ഓക്കെ. അപ്പം നമ്മൾ മുന്നേ പഠിച്ചു വന്നത് എന്തൊക്കെയാ? സോൾ പ്രൊപ്രൈറ്ററും, പിന്നെ അതല്ലാതെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആരെങ്കിലും തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ അക്കൗണ്ട്സ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വന്നതാ അല്ലേ. നമുക്ക് ആകെ അറിയാത്തത് എന്താ? കമ്പനി എന്താ, കമ്പനി അക്കൗണ്ട്സ് എങ്ങനെയായിരിക്കും, ഇത് എങ്ങനെയാ, ഇതിന്റെ ക്യാപിറ്റൽസ് ഒക്കെ എങ്ങനെയാ, ഇതിനെപ്പറ്റി നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മൾ അതാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഇപ്പൊ നോർമലി നമ്മൾ മുന്നേ ഫൗണ്ടേഷനിൽ പഠിച്ചു വന്നത് വെച്ച് നോക്കുമ്പോൾ റാം ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും എൻട്രി വരാറ് എന്ന് ആലോചിച്ച് നോക്കിക്കേ. യൂഷ്വലി ക്യാഷോ അല്ലെങ്കിൽ എന്താ പറയുക, അക്കൗണ്ടിൽ പൈസയോ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് കൊണ്ടുവരാം, ചിലപ്പോൾ മെഷീനറി കൊണ്ടുവരാം അല്ലെ. അങ്ങനെ പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ. ഓക്കെ. അപ്പൊ എന്തായിരിക്കും എൻട്രി പൊതുവേ? ക്യാഷ് ഓർ ബാങ്ക്. അതായത് പൈസയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ. ശരിയല്ലേ? ക്യാപിറ്റൽ എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പൊ ക്യാപിറ്റൽ കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഓൾവേസ് ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ബിസിനസ്സിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് പൈസ വരുമ്പോ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ. വേറെ ഒരു ഡൗട്ടാണ്, നമ്മൾ യൂഷ്വലി ബിസിനസ്സും ഉണ്ട്, ഓണറും ഉണ്ട്. നമ്മുടെ ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും അക്കൗണ്ടിങ് ചെയ്യുക? ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം അല്ലെ, ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും? ഓണറിന്റെ ആണോ? അല്ല, ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അതായത് ഞാനൊരു സോൾ പ്രൊപ്രൈറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങിയാലോ, അല്ലെങ്കിൽ ഞാനൊരു കമ്പനിയാണ് തുടങ്ങുന്നതെങ്കിൽ, എന്തായിക്കോട്ടെ, എന്റെ ഓണർ എന്ന് പറയുന്ന ആള് ഡിഫറെന്റ് ആണ്. ശരിയല്ലേ? ഞാൻ അക്കൗണ്ട്സ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? എന്റെ കമ്പനി അല്ലെങ്കിൽ എന്റെ ബിസിനസിന് വേണ്ടിയാ. അപ്പൊ ബിസിനസ്സിലേക്ക് വരുന്നതും പോന്നതും മാത്രമേ ഞാൻ ആലോചിക്കുള്ളൂ. ഓണർ ആരാ? ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആണ്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കമ്പനിയിലേക്ക് വരുവാണെങ്കിൽ, കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി ഉണ്ടാവാം, പബ്ലിക് കമ്പനി ഉണ്ടാവാം. എപ്പോഴാ പ്രൈവറ്റ് കമ്പനി ഉണ്ടാവുന്നത്? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത പോലെ, അതായത് റാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പോലെ തന്നെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? കാശ് വേണ്ടേ? ഈ കാശ് എങ്ങനെ ഒപ്പിക്കും? പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ കുറച്ചു പേരുണ്ടാവും അല്ലെ, പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ചു പേര്, അവരെടുത്ത് നിന്ന് മാത്രം പൈസ മേടിക്കും. അപ്പം അവരായിരിക്കും അതിന്റെ ഓണേഴ്സ്. അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഈ ചാപ്റ്റർ മൊത്തമായിട്ട് പോകുന്നത് പബ്ലിക് കമ്പനീന്റെ ഷെയറിന്റെ ഇഷ്യൂവും ഡിവെഞ്ചർ ഇഷ്യൂവും അതിന്റെ റിഡംഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ നമ്മുടെ മെയിൻ ആളാരാ? പബ്ലിക് കമ്പനി. ഈ പബ്ലിക് കമ്പനി ആണെങ്കിൽ ഇതിന്റെ ക്യാപിറ്റൽ എങ്ങനെയാ റേസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പബ്ലിക് കമ്പനിക്ക് എന്തിനാ ക്യാപിറ്റൽ? ഒന്നുകൂടെ ആലോചിച്ചേ. എന്തൊക്കെ ചെയ്യണം? ജസ്റ്റ് ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ട്രേഡ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അതായത് അവരുടെ ബിസിനസ് ഇതൊക്കെ ആണെങ്കിൽ എന്തൊക്കെ വേണം? മാനുഫാക്ചറിങ് ആണെങ്കിൽ ഒരു മെഷീനറി വേണം. ശരിയല്ലേ? എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? മെഷീനറി വേണം. അപ്പൊ മെഷീനറിക്ക് പൈസ വേണ്ടേ? വെറുതെ പോയി ചോദിച്ചാൽ തരുമോ? ഇല്ല. അപ്പൊ മെഷീനറിക്ക് പൈസ വേണം. അതേപോലെ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാ? നമ്മളെ കൊണ്ട് പറ്റുമോ? ഇപ്പൊ മാനേജേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെയാണോ ചെയ്യുന്നേ? അല്ല. ഏറ്റവും താഴെ വേജസ് കൊടുത്ത് ആൾക്കാരെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ വേജസ് ഒക്കെ കൊടുക്കാൻ പൈസ വേണ്ടേ? ശരിയല്ലേ? ഓപ്പറേറ്റ് ചെയ്ത്, അതായത് ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിന് കുറെ എക്സ്പെൻസസും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ എന്ത് മെഷീനറിയും കാര്യങ്ങളും ഒക്കെ മേടിക്കണം. അപ്പൊ കുറെ കാശ് വേണം. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യും? പബ്ലിക് കമ്പനി ആണെങ്കിൽ പബ്ലിക്കിനോട് ചോദിക്കും. ഓക്കെ. അപ്പൊ ഇതെങ്ങനെ ചോദിക്കും? ഇതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, പബ്ലിക് കമ്പനി ആണെങ്കിൽ
പബ്ലിക്കിനോട് എല്ലാവരോടും ചോദിക്കും. ശരിയല്ലേ? അപ്പൊ ഇന്നയാള് പൈസ തരണം, ഇന്നയാള് പൈസ തരാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും തരാം. അത് ആലോചിച്ച് വെച്ചോ, അത് പിന്നീട് ആവശ്യം വരും. ഓക്കെ. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കൊരു കമ്പനി തുടങ്ങണം, അതിന്റെ ക്യാപിറ്റൽ എനിക്ക് ആവശ്യമുള്ളത് 10 lakh ആണെന്ന് വിചാരിച്ചു. ഈ 10 lakh എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയായിരിക്കും ആൾക്കാരുടെ അതായത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എടുക്കുക? ഞാൻ എന്ത് ചെയ്യും? ഈ 10 lakhs-നെയും ഞാൻ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ. ഈ മൊത്തം ക്യാപിറ്റലിനെ, അതായത് എനിക്ക് വേണ്ടുന്ന പൈസനെ ഞാൻ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഓരോ ഷെയറിനും ഒരു പൈസ വെച്ച് മേടിക്കും. ഓക്കെ ആണോ? അതായത് എന്റെ എക്സാമ്പിളിൽ 10 lakhs ആണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? 1 lakh shares of ₹10, 0 ഇടാൻ വിട്ടു. ഓക്കെ. അപ്പൊ 10 rupees-ന്റെ 1,00,000 ഷെയർ ഞാൻ എന്ത് ചെയ്യും? പബ്ലിക്കിന് കൊടുക്കും. അപ്പൊ പബ്ലിക് എന്ത് ചെയ്യും? ആ പൈസ എനിക്ക് തരും. എന്നിട്ട് എന്തിനാ പബ്ലിക് നമുക്കത് തരുന്നേ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവൂലേ? വെറുതെ അങ്ങനെ പൈസ തരുമോ? ഇല്ല. എന്താവും? ആരൊക്കെയാണോ ആ പൈസ തന്നത് അവര് ഷെയർ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഓണേഴ്സ് ആകും. ഓക്കെ. ഇവരുടെ പേര് എന്തൊക്കെയാ? ഷെയർ ഹോൾഡേഴ്സ് ആവാം, അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് വിളിക്കാം നമുക്ക് അവരെ, അല്ലെങ്കിൽ ഓണേഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഫേമിൽ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവരൊക്കെയാണ് ഓണേഴ്സ്. ശരിയല്ലേ? കമ്പനി ആണെങ്കിലോ ആരൊക്കെയാണോ ഷെയർ വാങ്ങിച്ചത്, അതായത് ഷെയർ ആരൊക്കെയാണോ ഹോൾഡ് ചെയ്യുന്നത്, ഇവരൊക്കെയാണ് ഇതിന്റെ ഓണേഴ്സ്. അപ്പൊ ഒരു ഡൗട്ട്, ഈ എംപ്ലോയീസ് എന്ന് പറയുന്ന ആൾക്കാർ, അതായത് കുറച്ച് എംപ്ലോയീസിന് വെച്ചിട്ടുണ്ടാവുമല്ലോ ഈ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കാനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ എംപ്ലോയീസ്, ഈ ഡയറക്ടേഴ്സ്, ഇവരൊക്കെ ഓണേഴ്സ് ആണോ? ഒരിക്കലും അല്ല. ഇവരൊന്നും ഓണേഴ്സ് അല്ല. ഓണേഴ്സ് ആരാ? ഷെയർ വാങ്ങിക്കുന്നവര് മാത്രമാണ് ഓണേഴ്സ്. ഇപ്പൊ ഷെയർ വാങ്ങിക്കുന്ന ആൾക്കാര്, അതായത് ഈ ഷെയർ ഹോൾഡേഴ്സ് പറയും ഡയറക്ടറെ അടുത്ത്, സി നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഡിസിഷൻ ഇതാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പം ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും? ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. എന്നിട്ട് റെമ്യൂണറേഷൻ, അതായത് അതിന് പകരമായിട്ട് പൈസ മേടിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ കമ്പനീന്റെ പ്രോഫിറ്റിൽ ഡയറക്ടേഴ്സിനോ എംപ്ലോയീസിനോ ഒരു കാര്യമില്ല. ഓക്കെ. അപ്പൊ അതവിടെ കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇത് കണ്ടോ, നമ്മൾ യൂഷ്വലി ഒരു കേക്ക് മുറിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മളെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഓരോ പീസും ഓൺ ചെയ്യും. ശരിയല്ലേ? അതേപോലെ തന്നെ ക്യാപിറ്റലിന്റെ ഓരോ പീസിനെയാണ് നമ്മൾ പറയുന്നത്, ഓരോ യൂണിറ്റിനെയും വിളിക്കുന്ന ഒരു പേരാണ് ഷെയർ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ശരിയല്ലേ? അപ്പം ഈ ഓരോ ഷെയർ വാങ്ങിക്കുന്ന ആളെയും വിളിക്കുന്ന പേരെന്താ? ഷെയർ ഹോൾഡർ ആവാം, മെമ്പർ ആവാം, അല്ലെങ്കിൽ ഓണർ ആവാം. ഓക്കെ. എന്ത് വേണേലും വിളിക്കാം. പിന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഷെയർ ഇഷ്യൂ ആണ്. ഇഷ്യൂവോ? എന്താ അത്? ഷെയർ ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താ? ഓക്കെ. ഈ ക്യാപിറ്റലൊക്കെ എങ്ങനെയാ നമ്മുടെ കയ്യിൽ, അതായത് ഈ കാശൊക്കെ എങ്ങനെയാ നമ്മൾ മേടിക്കുക? അപ്പൊ നമ്മള് നമ്മുടെ കമ്പനീനെ പറ്റിയിട്ട് കുറച്ച് എന്താ പറയാ, തൊള്ളവറക്കി എന്ന് സംസാരിക്കും. നമ്മുടെ കമ്പനി ഇങ്ങനെയാണ്, നമ്മുടെ കമ്പനി അങ്ങനെയാണ്, നമ്മുടെ കമ്പനി ഇതാണ് ചെയ്യാൻ പോകുന്നത്. ശരിയല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കമ്പനിക്ക് ഇത്ര പൈസ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പൈസ മേടിക്കും. അപ്പം നമ്മൾ ഓൾറെഡി പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെന്റും ഒക്കെ പഠിച്ചു. ശരിയല്ലേ? പബ്ലിക് ഓഫർ എന്ന് പറയുമ്പോൾ issued directly to investors. Any person can become shareholder of company. അപ്പൊ പബ്ലിക്കിന് ജനറൽ ആയിട്ട് കൊടുക്കും. ഈ ഷെയർ ഒക്കെ അവർക്ക് കൊടുക്കും. അതായത് ഇഷ്യൂ ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കും, അവരതിന് പൈസ തരും. ഓക്കെ ആണോ? കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴോ കുറച്ചു പേര് സെലക്റ്റഡ് ആയിട്ടുള്ള, അതായത് രാജ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാത്രം നമ്മൾ കൊടുക്കും. അവര് എന്ത് ചെയ്യും? പൈസ തരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ റൈറ്റ് ഇഷ്യൂ, ഇതൊരു പുതിയ വേർഡാണല്ലോ. എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്താ? ഓൾറെഡി ഈ ഷെയർ ഒക്കെ വാങ്ങിച്ച ആൾക്കാരുണ്ടാവില്ലേ? ഈ ഷെയർ ഒക്കെ കുറെ പബ്ലിക്കിന്റെ കയ്യിലാണെന്ന് വിചാരിച്ചോ. അപ്പൊ അവർക്ക് തന്നെ, അതായത് ഇവരെ വിളിക്കുന്ന പേരാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അവരിപ്പോഴും എക്സിസ്റ്റ് ചെയ്യല്ലേ? അപ്പം അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് പുതുതായിട്ട് നമ്മൾ ഷെയർ കൊടുക്കാണ്. അപ്പം ഓൾറെഡി ഇവര് നമ്മളെ
എന്താ പറയാ കമ്പനിയിലുള്ള ആൾക്കാരാണ്, നമ്മളെ ഓണേഴ്സ് തന്നെയല്ലേ, ശരിയല്ലേ? അപ്പം അവരെടുത്തുനിന്ന് വീണ്ടും വലിയ പൈസ മേടിക്കുന്നത് മോശമല്ലേ? നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ചെറിയ പൈസക്ക് അവർക്ക് വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റൈറ്റ് ഇഷ്യൂ. അതായത് എക്സിസ്റ്റിംഗ് ഓണേഴ്സിന് ഒരു റൈറ്റ് ഉണ്ട്. എന്താ റൈറ്റ്? ചെറിയ പൈസക്ക്, ഇനി ഒരു ഇഷ്യൂ വരുമ്പോൾ ചെറിയ പൈസക്ക് എന്താ പറയാ ഷെയർ മേടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ റൈറ്റ് ഇഷ്യൂ. ഓക്കെ, ഓഫർ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അറ്റ് പ്രൈസ് ബിലോ മാർക്കറ്റ് പ്രൈസ്. അതായത് 10 rupees ആണ് പ്രൈസ് എന്ന് വിചാരിച്ചോ, ചിലപ്പോൾ 6 rupeesനായിരിക്കും ആർക്ക് കൊടുക്കുന്നത്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ ഈ റൈറ്റ് ഇഷ്യൂവും ബോണസ് ഇഷ്യൂവും ഇതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് സോൾവ് ചെയ്ത് പഠിക്കും. അപ്പൊ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും? ഷെയർസ് കൊടുക്കും. ബട്ട് ഇവിടെ ഡിഫറൻസ് എന്താ? റൈറ്റ് ഇഷ്യൂവും ബോണസ് ഇഷ്യൂവും തമ്മിൽ ഡിഫറൻസ് എന്താ? റൈറ്റ് ഇഷ്യൂവിൽ ഫേസ് വാല്യൂ, അതായത് ഇതിന്റെ ഒരു പ്രൈസ്, നമ്മൾ ഇട്ട പ്രൈസ് 10 rupees ആണെന്ന് വിചാരിച്ചോ, ആ 10 rupees ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ എത്തിയേ? ബോണസ് ഇഷ്യൂവും റൈറ്റ് ഇഷ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? റൈറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് 10 rupees ആണ് ഇതിന്റെ വാല്യൂ എങ്കിൽ, ഇതിന്റെ പ്രൈസ് 10 rupees ആണെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വെച്ചാൽ ആരാ? ഓൾറെഡി ഈ ഷെയർ ഒക്കെ പർച്ചേസ് ചെയ്ത ആൾക്കാർ, ശരിയല്ലേ? ഈ ഷെയർസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ. ആ ഒരു വാക്ക് നിങ്ങൾക്ക് എന്തായാലും മറന്നുപോയില്ലല്ലോ, കാരണം ഓൾറെഡി നമ്മൾ യൂട്യൂബിലും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്ന വാക്കാ. അപ്പം ഈ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്താല് എന്ത് ചെയ്യും? ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യും, ശരിയല്ലേ? അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 10 rupees കുറഞ്ഞു കൊടുക്കുന്നതിനാ നമ്മൾ എന്ത് വിളിക്കുന്നത്? റൈറ്റ് ഇഷ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബോണസ് ഇഷ്യൂ എന്താ? ബോണസ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ വിത്തൗട്ട് എനി കൺസിഡറേഷൻ നമ്മൾ ഇഷ്യൂ ചെയ്യും. വിത്തൗട്ട് എനി കൺസിഡറേഷൻ, എന്താ കൺസിഡറേഷൻ എന്ന് വെച്ചാല് അത് തന്നെ, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന്, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്, ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് ഇങ്ങോട്ട് ഒന്നും തരാതെ കമ്പനിക്ക് എന്താ പറയാ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് 10 rupees ആണ്, ആ 10 rupees തരേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? കമ്പനി എന്ത് ചെയ്യും? ആ ഷെയർ ഹോൾഡേഴ്സിന് എക്സ്ട്രാ ഷെയർസ് കൊടുക്കും. അതിനെയാണ് പറയുന്നത് ബോണസ് ഇഷ്യൂ.
പിന്നെ ഉള്ളത് ഓഫേഴ്സ് ഫോർ സെയിൽ. അതൊന്നുമില്ല, പ്രൊമോട്ടേഴ്സ് അവരുടെ കയ്യിൽ ഷെയർസ് ഉള്ള ഷെയർ സോൾഡ് ബൈ പ്രൊമോട്ടേഴ്സ് ടു പബ്ലിക്, പബ്ലിക്കിന് പ്രൊമോട്ടേഴ്സ് ഷെയർ സെല് ചെയ്യുന്നത്. അതിനെ പറ്റിയൊക്കെ നമ്മൾ പോകെ പഠിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ എന്താ എങ്ങനെയാന്നൊക്കെ. പിന്നെ ഈ ഷെയർസ് തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ കേക്കില് ഷെയർസ്. ഓക്കെ, ആ കേക്കിന്റെ ഓരോ പീസ് എന്ന് പറയുന്നത് എന്താ? ഷെയർ. അതേപോലെ തന്നെ കമ്പനീന്റെ ക്യാപിറ്റലിന്റെ ഓരോ യൂണിറ്റും നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഷെയർ. ഈ ഷെയർസിനെ തന്നെ പ്രിഫറൻസ് ഷെയർസ് എന്നും ഇക്വിറ്റി ഷെയർസ് എന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ഷെയർസ് ഉണ്ട്. എന്തൊക്കെയാ? ഒന്ന് ഇക്വിറ്റി ഷെയർ, മറ്റേത് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്തിന്റെയോ മുകളിൽ പ്രിഫറൻസ് കിട്ടുക എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കുറച്ചുകൂടെ പ്രിഫറൻസ് കിട്ടി, മീൻസ് ആരെയോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ബെനിഫിറ്റ് കിട്ടി, ശരിയല്ലേ? ആരെയോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടി. അതേപോലെയാണ് ഈ പ്രിഫറൻസ് ഷെയർ അല്ലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഒന്ന് ഡിവിഡൻഡ്. ഓക്കെ, അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നതിന് മുന്നേ തന്നെ ആർക്ക് കിട്ടും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. കാരണം അവർക്ക് പ്രിഫറൻസ് ഉണ്ടല്ലോ, ശരിയല്ലേ? അപ്പം അവർക്ക് ഡിവിഡൻഡ് റിസീവ് ചെയ്യാനുള്ള പ്രിഫറൻസ് ഉണ്ട്. എന്താ ഈ ഡിവിഡൻഡ്? ഡിവിഡൻഡ് എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വെറുതെ ആണോ ഈ പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവരും പാർഷ്യലി ഓണേഴ്സ്. എന്നാ ഓണേഴ്സ് ആണോ? ഫുള്ളി ഓണേഴ്സ് നമുക്ക് വിളിക്കാൻ പറ്റില്ല, ശരിയല്ലേ? പാർഷ്യലി ഓണേഴ്സ്. ഓക്കെ, അപ്പം അവർക്ക് ഈ ഡിവിഡൻഡ് എന്തിനാ കൊടുക്കുന്നത്? അവര് നമ്മുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു റിട്ടേൺസ് കമ്പനി കൊടുക്കും. എന്താ അത്? ഒരു റിട്ടേൺസ് കമ്പനി കൊടുക്കും. ഈ റിട്ടേൺസിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. അപ്പൊ എന്താ ഡിവിഡൻഡ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങോട്ടേക്ക് പൈസ തരുമ്പോ, കമ്പനിക്ക് പൈസ തരുമ്പോ, എങ്ങനെയാ പൈസ തരുന്നേ? അതായത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോ, ഷെയർസ് പർച്ചേസ് ചെയ്യുമ്പോ, ഓക്കെ, അവർക്ക് തിരിച്ച് കിട്ടുന്ന എന്താ? റിട്ടേൺസ്. ആ റിട്ടേൺസിനെ വിളിക്കുന്ന പേരെന്താ? ഡിവിഡൻഡ്. ഓക്കെ, അപ്പൊ ഒന്ന് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടും. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടില്ല എന്നാണോ? കിട്ടും, പക്ഷെ ആദ്യം ആർക്ക് കിട്ടും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിയതിന് ശേഷം മാത്രമേ ആർക്ക് കിട്ടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. എന്താ അങ്ങനെ? നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം നമ്മൾ ആർക്കാ കൊടുക്കുക? ഗസ്റ്റിനല്ലേ കൊടുക്കാറ്, ശരിയല്ലേ? എന്തെങ്കിലും ഫുഡ് ഞമ്മ ഉണ്ടെങ്കിൽ ആദ്യം ആർക്കാ കിട്ടുക? ഗസ്റ്റിനെ കിട്ടും, ശരിയല്ലേ? പക്ഷെ ഗസ്റ്റിന് ഓൾറെഡി ഒരു നമ്പർ ഉണ്ടാവും, ശരിയല്ലേ? 2 കട്ട്ലറ്റ്, 2 പഫ്സ്, അങ്ങനെയൊക്കെ അവർക്ക് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടെങ്കിൽ അത് ആർക്കാ? നമുക്കല്ലേ? അപ്പം അതേപോലെ തന്നെ ഇവിടെ എന്താ? ഡിവിഡൻഡ് ആദ്യം കിട്ടുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അതിനുശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ വേറെ ഒരു പ്രിഫറൻസും കൂടി ഉണ്ട് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതെന്താ? ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ, എന്താ ഈ വൈൻഡപ്പ്? ഒന്നുമില്ല, കമ്പനി പൂട്ടി പോകുമ്പോൾ അതിന് ഫ്രീക്ക് പേരിട്ടെന്നേ ഉള്ളൂ, ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡപ്പ് എന്നൊക്കെ പറയുന്ന ഒന്നുമില്ല. കമ്പനി പൂട്ടി പോവാണെങ്കിൽ ഇത് കമ്പനി ക്ലോസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ആർക്കായിരിക്കും ഫസ്റ്റ് പൈസ കൊടുക്കുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കോ? ഇല്ല, ആർക്കായിരിക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കിട്ടുക. ഓക്കെ, അപ്പം വൈൻഡപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം പൈസ കൊടുക്കുന്നത് ആർക്കായിരിക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ അല്ലേ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഓൾറെഡി ഇട്ട പൈസ അവർക്ക് തിരിച്ച് കൊടുക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. 10 lakhs ആണ് ക്യാപിറ്റൽ വേണ്ടേ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പൊ 1 lakh ഷെയർസ് ഓഫ് 10 each. നേരത്തെ നമ്മളെ എക്സാമ്പിൾ പോലെ തന്നെ ഈ 10 എന്നുള്ളത് ഫേസ് വാല്യൂ വേണമെങ്കിൽ 100 ആവാം. ഓക്കെ, അങ്ങനെ ഫേസ് വാല്യൂ എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ 10 rupees എടുത്ത് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം 1 lakh ഷെയർസിനെ 10 വെച്ചിട്ട് ഇതാണ് ഇതിന്റെ ഫേസ് വാല്യൂ. ഓക്കെ, അപ്പം ഈ 10 rupeesഉം കമ്പനിക്ക് ആദ്യം തന്നെ ആവശ്യം ഉണ്ടാവണം നിർബന്ധമില്ല. എന്താ? അതായത് കമ്പനിക്ക് ഈ 10 lakh rupeesഉം ഡേ 1 കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആവശ്യം ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ചിലപ്പം പോകെ ആയിരിക്കാം ഒരു 2 ലക്ഷം വേണ്ടേ. ഇപ്പൊ തൽക്കാലം ഒരു 5 ലക്ഷം മതി, പിന്നീട് ഒരു 2 ലക്ഷം മതി, അങ്ങനെ
എന്താ പറയുക, നമുക്ക് ഓൾറെഡി ഒരു കണക്കുകൂട്ടൽ ഉണ്ടാവുമല്ലോ, ഇതിന്റെ ഒക്കെ എസ്റ്റിമേറ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം ആവശ്യം വരുമ്പോ, ഇപ്പൊ തൽക്കാലം ഇത്ര മതി, ആവശ്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ചോദിച്ച് മേടിക്കാം എന്ന ഒരു കോൺസെപ്റ്റിലാണ് കമ്പനി പോകുന്നത്. ഓക്കെ, അപ്പോ കമ്പനി എന്ത് ചെയ്യും, ഒരു നല്ല ഭംഗിയുള്ള ഒരു നോട്ടീസ് ഒക്കെ ആക്കിയിട്ട് ആൾക്കാർക്ക് കൊടുക്കും, പബ്ലിക്കിന് കൊടുക്കും. എല്ലാ പബ്ലിക്കും വന്നിട്ട് എന്താ പറയാ ഷെയറിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യോ? ഇല്ല. അപ്പൊ നമ്മൾ നല്ലൊരു അടിപൊളി ഡോക്യുമെന്റ് ഒക്കെ ആക്കിയിട്ട് ഈ പബ്ലിക്കിന് കൊടുക്കും. എന്നിട്ട് പബ്ലിക് എന്ത് ചെയ്യും, പബ്ലിക് ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഈ കമ്പനി ചിലപ്പോ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഊബർ, ഓല ഇതൊക്കെ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ആദ്യം ആൾക്കാർക്കൊക്കെ ഇതൊക്കെ രക്ഷപ്പെടുവോ ഇന്ത്യയിൽ എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. പിന്നീട് നോക്കിക്കേ, ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും കുറെ ലോസിൽ പോകുന്ന കമ്പനീസ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. ഓക്കെ, അപ്പം ഈ ഡോക്യുമെന്റ് നമ്മൾ പബ്ലിക്കിന് കൊടുത്തിട്ട് എന്താവും, പബ്ലിക് ഇതിലേക്ക് പൈസ ഇടും. ഓക്കെ അല്ലേ? അപ്പം പബ്ലിക് എങ്ങനെയാ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക? പബ്ലിക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് അടക്കം, അതായത് ഈ 10 റുപ്പീസ് നമ്മൾ 2 റുപ്പീസ് ആണ് ആദ്യം ചോദിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ ആ 2 റുപ്പീസ് മാത്രം പബ്ലിക് ആദ്യം ഇട്ടാൽ മതി. അതായത് ആപ്ലിക്കേഷന്റെ സമയത്ത് എന്ത് ചെയ്യണം ഈ ഇൻവെസ്റ്റേഴ്സ്, ഈ 2 റുപ്പീസ്, അതായത് ഈ 1 lakh ഷെയർസ് ഇൻടു 2 റുപ്പീസ് അവര് ആദ്യം തന്നെ അടക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ഷെയർസ് അലോട്ട് ചെയ്യുള്ളൂ. അലോട്ടോ വരുന്നുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. ഓക്കെ, അപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ പൈസയും തരണം. പൈസ തരുന്ന ആൾക്കാരാണെന്ന് കണ്ടാൽ മാത്രമേ കമ്പനി എന്ത് ചെയ്യുള്ളൂ, ഷെയർ ഇഷ്യൂ ചെയ്യുള്ളൂ, അതായത് ഷെയർ അവർക്ക് അലോട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഓക്കെ അല്ലേ? ഇനി അപ്പൊ അത് ഫസ്റ്റ് കേസ്. അതിനുശേഷം കമ്പനി എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു, ശരിയല്ലേ? നോട്ടീസ് അയച്ചു പബ്ലിക്കിന്, പബ്ലിക് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തത് എങ്ങനെയാ, ആ ആപ്ലിക്കേഷൻ മണി അടക്കാണ് അപ്ലൈ ചെയ്തത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്നറിയോ, കമ്പനി ഈ ഷെയർസ് ഒക്കെ അലോട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇതെന്തിനാ കമ്പനി അലോട്ട് ചെയ്യുന്നത്? വെയിറ്റ്, ഈ 1 lakh ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്, ശരിയല്ലേ? അപ്പൊ പബ്ലിക് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ കറക്റ്റ് എമൗണ്ട് ആയിരിക്കുമോ നമുക്ക് തരിക? അല്ല, കുറേ ആൾക്കാർ ചിലപ്പം ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം, ശരിയല്ലേ? നമ്മളെ ചിലപ്പോൾ ഒരു 10 സബ്സ്ക്രൈബേഴ്സ് ആലോചിച്ചാലും ചിലപ്പോൾ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആയാലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 7 സബ്സ്ക്രൈബേഴ്സ് ആയാലോ, അങ്ങനെ എങ്ങനെ വേണേലും ആവാലോ കോമ്പിനേഷൻ. അപ്പം ഇഷ്യൂ ചെയ്തത് 1 lakh ആണ്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് 4 lakh ഷെയർസിനാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കേസാണ് അത്. അതായത് നമ്മൾ കമ്പനിയിൽ ഇഷ്യൂ ചെയ്തത് എത്ര ഷെയർസാ? 1 lakh. 1 lakh ഷെയർസിന് പകരം 4 lakh ഷെയർസ് ആണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പൊ എന്താ? ഓവർ സബ്സ്ക്രിപ്ഷൻ ആയില്ലേ? അപ്പം കമ്പനി തീരുമാനിക്കും ആർക്ക് പൈസ, അതായത് ആരാണ് ഇതിന്റെ ഓണേഴ്സ്, ആർക്കൊക്കെ തിരിച്ച് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട, നിങ്ങൾ അവിടെ വെച്ചോ. ഓക്കെ, ചില ആൾക്കാരെടുത്ത കമ്പനി എന്ത് ചെയ്യും, ഓക്കെ 1 ലക്ഷം ഇതിലധികമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയും കോള് വിളിക്കാനുണ്ടല്ലോ, അതായത് ഇപ്പൊ 2 രൂപ മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ, ഈ 2 രൂപ മാത്രമല്ലേ ഇപ്പം വിളിച്ചിട്ടുള്ളൂ, അപ്പം വേണമെങ്കിൽ നിങ്ങളെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാതെ നിങ്ങൾ അടുത്ത പ്രാവശ്യം അലോട്ട്മെന്റിന്റെ സമയത്ത് ഈ 3 രൂപ വിളിക്കുമല്ലോ, അതായത് ഇപ്പൊ 2 രൂപ വിളിച്ചു, ഇനി ഈ 3 രൂപ വേണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇനി പൈസ തരണ്ട, ഓൾറെഡി ഉള്ള പൈസ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊരു കാര്യത്തിലേക്ക് വരും. അതായത് ആപ്ലിക്കേഷൻ മണി എന്ന് പറയുമ്പോൾ ഞാൻ 1 lakh ഷെയർസിന് 2 റുപ്പീസ് വെച്ചാ ചോദിച്ചത്, പക്ഷേ അവരെനിക്ക് 2 lakh ഷെയർസ് 2 റുപ്പീസ് വെച്ച് തന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടുന്ന പൈസ എത്രയായിരുന്നു? 2 lakh ആയിരുന്നു. പക്ഷെ ഇപ്പൊ കിട്ടിയത് എത്രയാ? 4 lakh. നമുക്കിപ്പോ തൽക്കാലം ആവശ്യം എത്രയാ? 2 lakh. നമ്മൾ എന്ത് ചെയ്യും? ബാക്കി 2 lakhനെ അലോട്ട്മെന്റിന്റെ മണി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പഠിക്കും. പക്ഷെ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പം ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ, ഓവർ സബ്സ്ക്രിപ്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക? ഇഷ്യൂ ചെയ്തത് 1 lakh ഷെയർസ് ആണ്, പക്ഷെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത് 4 lakh അല്ലെങ്കിൽ 5 lakh, അതായത് ആ 1 lakhൽ കൂടുതലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അതേപോലെ ഇഷ്യൂ ചെയ്തത് 1 lakh ആണ്, പക്ഷെ
സബ്സ്ക്രൈബ് ചെയ്തത് 70,000 ഷെയർസാ. അപ്പം അതിന്റെ പേരെന്തായിരിക്കും? മറ്റേത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും? അണ്ടർ സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, പക്ഷെ അണ്ടർ സബ്സ്ക്രിപ്ഷനിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ, നമ്മൾ ഇഷ്യൂ ചെയ്തത് 1 lakh ഷെയർസ് അല്ലേ, അതില് അറ്റ്ലീസ്റ്റ് 90% എങ്കിലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. അതായത് അറ്റ്ലീസ്റ്റ് 90,000 ഷെയർസ് എങ്കിലും ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവണം? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. അഥവാ ആ 90,000 സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? കമ്പനിക്ക് വേണ്ട പൈസേന്റെ 90% പോലും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ കമ്പനി എന്ത് ചെയ്യും? ഈ കിട്ടിയ പൈസ, അതായത് ഈ 70,000 കമ്പനി തിരിച്ചു കൊടുക്കും. ഈ പൈസ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഒന്നുകൂടെ പിന്നീട് ഇഷ്യൂ ചെയ്തോളൂ. എന്നിട്ട് റീഇഷ്യൂ, വീണ്ടും റീഇഷ്യൂ അല്ല, വീണ്ടും ഇഷ്യൂ ചെയ്യും. ഓക്കെ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് പൈസ തരും, ശരിയല്ലേ? എല്ലാവരും പൈസ തന്നിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അലോട്ട്മെന്റ് മണി കമ്പനിക്ക് വേണ്ട സമയത്ത് കമ്പനി എന്ത് ചെയ്യും? ആദ്യം ദാ അലോട്ട്മെന്റ് മണി ഡ്യൂ ആയേ, നിങ്ങൾ പൈസ തരണേ എന്ന് ആരോട് പറയും? ആരൊക്കെയാണോ സബ്സ്ക്രൈബ് ചെയ്തേ, അതായത് ആരൊക്കെയാണോ ഷെയർ ഹോൾഡേഴ്സ്, അവരോട് അടുത്ത നോട്ടീസ് അയച്ചിട്ട് പറയും, ദേ അലോട്ട്മെന്റിന്റെ സമയമായി, പൈസ വേണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സ് ഓക്കെ, അലോട്ട്മെന്റിന്റെ സമയമായല്ലോ, ബാക്കി പൈസ. എത്രയാ പൈസ? അലോട്ട്മെന്റിന്റെ സമയത്ത് നമ്മൾ മേടിക്കുന്നത് 3 രൂപയാണ്. അതായത് ഈ 1 lakh ഇൻറ്റു ഈ 3 rupees, അതായത് 3 lakh നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം. നമ്മൾ എന്ത് ചെയ്യും? 3 lakh rupees ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് മേടിക്കും. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? ഈ ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് പൈസ തരും. എഗെയിൻ അവിടെ ഒരു കൺഫ്യൂഷൻ, നേരത്തെ പോലെ തന്നെ. അപ്പൊ ആദ്യം ആപ്ലിക്കേഷൻ മണി തരുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് പൈസ വാങ്ങും. പക്ഷെ അലോട്ട്മെന്റിന്റെ സമയത്ത് ചില ആൾക്കാർ മുക്കാൻ സാധ്യതയില്ലേ? അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്ത് ചെയ്യും? അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വിളിക്കുന്ന ആ ഒരു എമൗണ്ടിന് വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ എറിയേഴ്സ്. അതായത് 3 lakh കിട്ടേണ്ട അടുത്ത് ഒരു 10,000 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 10,000 ഷെയർസ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓ പിന്നെ അയാൾ എത്ര പൈസയാണോ ഇട്ടെ അതിനനുസരിച്ച് എത്ര ഷെയർസ് വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 10,000 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരാള് ഈ 3 രൂപ എന്ത് ചെയ്തു? തന്നില്ല. തന്നില്ലെങ്കിൽ എന്താവും? ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ടിൽ, അതായത് കോൾസ് ഇൻ എറിയേഴ്സ് എന്ന് വിളിക്കും ആ അക്കൗണ്ടിന്. ഓക്കെ, കോൾസ് ഇൻ എറിയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? കോൾ ചെയ്തു, പക്ഷെ എറിയർ ആണ്, അവർ ആ പൈസ തന്നിട്ടില്ല. ഇനി ചിലപ്പോ ഇങ്ങനെ ആയിക്കൂടെ? അതായത് 3 lakh കിട്ടേണ്ട അടുത്ത് ഓക്കെ ഒരാള് ഇതേപോലെ തന്നെ 10,000 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആള് 3 rupeesന് പകരം 5 rupees തന്നു. അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആയാൽ നേരത്തെ കേസിൽ എന്തായിരുന്നു? നേരത്തെ കേസിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒന്നിക്കല് ഷെയർസ് കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. ഇവിടെയോ ഷെയർസ് സെയിമാ, അവർക്ക് ഓൾറെഡി ആ ഷെയർ തന്നെയാ ഉള്ളത്. പക്ഷെ എമൗണ്ട് ചോദിച്ചതല്ല. എത്ര എമൗണ്ട്? 3 rupees ചോദിച്ചെടുത്ത് 5 rupees ആണ് നമുക്ക് കിട്ടിയത്. അപ്പം എന്തായി? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അഡ്വാൻസ്. കാരണം 3 rupees മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ 2 rupees അവർ എക്സ്ട്രാ തന്നു. അപ്പൊ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ ഇടയ്ക്കിടെ നിങ്ങൾക്ക് പൈസ അയച്ചു തരാനൊന്നും പറ്റില്ല. അപ്പം ഇനി നിങ്ങൾ ഫസ്റ്റ് കോൾ ചെയ്യുമല്ലോ, 1 മാസം കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് കോൾ ചെയ്യുമല്ലോ, അപ്പം ആ പൈസയോട് ഈ 2 rupees അഡ്ജസ്റ്റ് ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്തൂടെ? വലിയ ബുദ്ധിമുട്ടുണ്ടോ? പൈസയല്ലേ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു 2 rupees നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൾസ് ഇൻ അഡ്വാൻസ്. കോൾസ് ഇൻ എറിയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? കമ്പനി പൈസ ചോദിച്ചു, അതായത് 3 rupees ചോദിച്ചു 1 lakh ഷെയർ ഹോൾഡേഴ്സിനോട്. അതായത് 1 lakh ഷെയർസ് ആരൊക്കെയാണോ ഹോൾഡ് ചെയ്യുന്നത് അവരോട് 3 rupees ചോദിച്ചപ്പോ ചില ആൾക്കാർ പൈസ കുറച്ചിട്ടായിട്ടാണ്, അല്ലെങ്കിൽ ചില ഷെയർ ഹോൾഡേഴ്സ് പൈസ തന്നിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ വിളിക്കുന്ന എന്താ? കോൾസ് ഇൻ എറിയേഴ്സ്. എറിയർ ആയിട്ടുള്ള നമ്മൾ സപ്ലി എന്നൊക്കെ കേൾക്കുന്നില്ലേ? സപ്ലി എറിയർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ?
പാസ്സാവാനുള്ള പേപ്പർ എഴുതാണ്ട്, അതായത് എഴുതി എടുക്കാൻ പറ്റാത്തപ്പോഴല്ലേ പറയാം. അതേപോലെ കിട്ടാനുള്ള പൈസ കിട്ടാത്തപ്പം നമ്മൾ എന്ത് പറയും? എമൗണ്ട് നോട്ട് റിസീവ്ഡ് ആണെങ്കിൽ കോൾസ് ഇൻ എറിയേഴ്സ്. ഇനി അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്താലോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചില ആൾക്കാർക്ക് എന്താ പറയാ, നിങ്ങൾ ഇടയ്ക്കിടെ പൈസ ചോദിക്കണ്ട, കമ്പനി നിങ്ങൾ ഇടയ്ക്കിടെ പൈസ ചോദിക്കണ്ട, ഞാൻ പൈസ തരും, ഓക്കെ, ഇപ്പം തരും, അപ്പം നിങ്ങൾക്ക് വേണ്ടപ്പം നിങ്ങൾ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി, നിങ്ങൾ ചോദിക്കണ്ട എന്ന് പറയുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയും. ഓക്കെ അല്ലേ? അങ്ങനെയുള്ള എമൗണ്ട് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഫേസ് വാല്യൂ, അതായത് അതിന്റെ വില 10 rupees ആണ് നമ്മൾ പറയുന്നതെങ്കിലും നമുക്ക് വേണമെങ്കിൽ അതൊരു 2 rupees എക്സ്ട്രാ ആയിട്ട് ഒരു പ്രീമിയത്തിലൊക്കെ കൊടുക്കാം. ഓക്കെ, പ്രീമിയം എന്ന് വെച്ചാൽ എന്താ? ഒരു എക്സ്ട്രാ പൈസ, അതായത് പ്രീമിയം 10 രൂപയാണെങ്കിലും അതിന്റെ കൂടെ ഒരു 2 rupees പ്രീമിയം കൂട്ടിയിട്ട് നമുക്ക് എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റും? 12 രൂപക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഈ 12 രൂപ നമ്മൾ എങ്ങനെ മേടിക്കുക? സെയിം ഇതേപോലെ തന്നെ നമ്മൾ മേടിക്കും. അതായത് ഇതൊക്കെ എങ്ങനെയാണോ മേടിച്ചേ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മേടിക്കും. പക്ഷേ ഇപ്പൊ 12 rupees അല്ലേ, അപ്പൊ ആദ്യത്തെ തവണ 2 rupees, അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ മാറ്റാം, 3 rupees ആണ് മേടിക്കുന്നതെന്ന് വിചാരിച്ചോ. നെക്സ്റ്റ് ടൈം ഞാൻ എന്ത് ചെയ്യും? 5 rupees മേടിക്കും, അല്ലെങ്കിൽ 4 rupees മേടിക്കും. ഈ 5 rupeesൽ അലോട്ട്മെന്റ് മണിയിൽ എന്തും കൂടി തരണം. കമ്പനി എന്താ വാങ്ങിക്കുക? ഈ 2 rupees പ്രീമിയം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ 2 rupees പ്രീമിയം നമ്മൾ മോസ്റ്റ് ഓഫ് ദി കേസസിൽ അലോട്ട്മെന്റ് മണീന്റെ കൂടെ തന്നെ മേടിക്കും. ഓക്കെ, അപ്പം അഥവാ ക്വസ്റ്റ്യനിൽ വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അസംഷൻ ആണ്, അലോട്ട്മെന്റ് മണീന്റെ കൂടെയാണ് എന്ത് പ്രീമിയം മേടിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി ഫസ്റ്റ് കോളിന്റെ സമയത്ത് ഇപ്പൊ 8 rupees, ചിലപ്പോൾ 2 ആയിരിക്കാം, പിന്നെ ഒരു 2 hour, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കമ്പനിക്ക് കോൾ ചെയ്യാം. ഓക്കെ, പ്രീമിയത്തിൽ കോൾ ചെയ്യാം, അല്ലെ അതേപോലെ തന്നെ ഫേസ് വാല്യൂ, ഇത് നമ്മൾ വിളിക്കുന്നതാണ് പാർ. അതായത് 10 rupees ആണ് ഫേസ് വാല്യൂ, 10 rupeesൽ തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്താൽ അതിനെ വിളിക്കുന്നതാണ് ഇഷ്യൂ അറ്റ് പാർ. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരെന്താ? ₹10 ആണ് ഫേസ് വാല്യൂ. ഈ 10 rupeesൽ തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്താൽ ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയും. പാറോ? പാർ. ഓക്കെ, ഇനി ഫേസ് വാല്യൂ 10 ആണ്, പക്ഷെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 12 rupeesനാണ്. അപ്പം ഇതിന്റെ പേരെന്താ? ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഓക്കെ അല്ലേ? ഇനി ഒരു കേസ് കൂടി ഉണ്ട്, അതായത് 10 rupees ആണ് ഫേസ് വാല്യൂ, പക്ഷെ ഇഷ്യൂ ചെയ്യുന്നത് 8 rupeesന്, അതായത് 2 rupees ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഇനി ഈ സംഭവം, അതായത് ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പരിപാടി ഇല്ല. ഓക്കെ, ആസ് പെർ സെക്ഷൻ 53 ഡിസ്കൗണ്ടിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലെ? ഇപ്പൊ നമ്മള് പ്രീമിയത്തിനെ പറ്റിയിട്ടും പാറിനെ പറ്റിയിട്ടും ഏകദേശം കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചു, ശരിയല്ലേ? കുറെ പുതിയ ടേംസ് ഉണ്ട്. അപ്പൊ എല്ലാം കൂടി നമുക്ക് തലയിൽ കയറ്റാന്ന് വെച്ചാൽ എനിക്കറിയാം, ഹ്യൂമൻ ബ്രെയിൻ ആണ്, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എല്ലാ ടേംസും നമ്മളെ തലയിൽ കയറില്ല. അപ്പൊ നമുക്ക് പയ്യെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് ഓരോ ടേംസും എടുത്ത് പറഞ്ഞ് അത് പഠിച്ചു പോവാം. അതേപോലെ തന്നെ അക്കൗണ്ടിങ് ആണെങ്കിൽ വളരെ സിമ്പിളാ. അതായത് യൂഷ്വലി നമ്മൾ എന്താ ചെയ്യാറ്? രാമിന്റെ കേസിൽ ഫൗണ്ടേഷന് എന്താ പഠിച്ചത് നിങ്ങള്? രാമ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ. ഇതെങ്ങനെ എൻട്രി വന്നേ? ക്യാപിറ്റൽ കൂടുകയല്ലേ, ക്യാപിറ്റലിന് എപ്പോഴും എന്ത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്, ഓൾറെഡി ഞാൻ പറഞ്ഞു, ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്, ഓണേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല. അപ്പം ബാങ്കിൽ പൈസ റിസീവ് ചെയ്യുമ്പോൾ റിസീവർ ആരാ? ബിസിനസിനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സി, ഇതൊക്കെ അക്കൗണ്ടിങ് റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞു പോകണോ?
തോന്നുന്നു അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡെബിറ്റ് ചെയ്യും. സെയിം വേ ഇവിടെയും എന്ത് വരും? ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് ഷെയറിനെ, ഓക്കെ, ഈ ഒരു എൻട്രി തന്നെ നമുക്ക് ഇടാം. പക്ഷെ ഒരു എക്സ്ട്രാ സാധനം വരും. ഇവിടെ ക്യാപിറ്റൽ എന്നല്ല പറയാം, ഇവിടെ എന്ത് പറയും? ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഒബ്വിയസ്ലി അല്ലേ? അതായത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അഥവാ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിലോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ പ്രൊസീജിയേഴ്സ് പഠിച്ചാലോ? അതിന്റെ ഇടയിൽ നമുക്ക് പ്രിഫറൻസ് ഷെയർസിന്റെ ടൈപ്സ് പഠിക്കാനുണ്ട്, കുറെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ ടു മച്ച് തിയറി അറ്റ് എ ടൈം നമുക്ക് തലയിൽ വർക്ക് ആവില്ല. നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് മെല്ലനെ മെല്ലനെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എൻട്രീസിലേക്ക് പോവാം. ആദ്യം എന്താ ചെയ്യാ? ആപ്ലിക്കേഷൻ മണി റിസീവ് ആവും, ശരിയല്ലേ? ആപ്ലിക്കേഷൻ മണി റിസീവ് ആവുമ്പോൾ ഉള്ള എൻട്രി എന്താ? അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങോട്ട് പൈസ ഇടില്ലേ, ശരിയല്ലേ? ആപ്ലിക്കേഷൻ വരുമ്പോ തന്നെ ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും? ഈ പൈസ അടക്കമല്ലേ ഇടുന്നേ. അപ്പൊ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ്. നേരത്തെ നമ്മളെ കേസിൽ എന്തായിരുന്നു? ആപ്ലിക്കേഷന്റെ സമയത്ത് 2 rupees മേടിച്ചു, അലോട്ട്മെന്റിന്റെ സമയത്ത് 3 rupees മേടിച്ചു, ഫസ്റ്റ് കോളിന്റെ സമയത്ത് 2 rupees മേടിച്ചു, ലാസ്റ്റ് 3 rupees, അങ്ങനെ ആയിരുന്നില്ലേ? ഓക്കെ അല്ലേ? അതായത് 10 rupees ആയിരുന്ന ഫേസ് വാല്യൂ നമ്മൾ ആപ്ലിക്കേഷന്റെ സമയത്ത് ഇങ്ങനെ മേടിച്ചു, അലോട്ട്മെന്റിന്റെ സമയത്ത് 3 മേടിച്ചു, ഫസ്റ്റ് കോൾ, പിന്നെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. വേണമെങ്കിൽ കമ്പനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മേടിക്കാം കേട്ടോ. വേണമെങ്കിൽ നാലാമത്, അതായത് ഇവിടെ 2 മേടിച്ചിട്ട് പിന്നീട് ഒരു തേർഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിലും മേടിക്കാം. അപ്പൊ കമ്പനിക്ക് എപ്പോഴാണോ പൈസ വേണ്ടത് അതിനനുസരിച്ച് കമ്പനിക്ക് മേടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഇത്ര മതി. ഓക്കെ, അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ ആണോ? യെസ്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. എത്രയാ? ആപ്ലിക്കേഷൻ സമയത്ത് എത്ര ഷെയർസ് ആയിരുന്നു? 1 lakh ഷെയർസ്. ഈ 1 lakh ഷെയർസിന് 2 rupees വെച്ചിട്ട് കിട്ടുമ്പോൾ എത്രയാവും? 2 lakh ആവും. ഓക്കെ ആണോ? നമ്മൾ എന്ത് ചെയ്യും? ഈ ഷെയർ ആപ്ലിക്കേഷനൊക്കെ ഇപ്പൊ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്കല്ല പോയെ, ശരിയല്ലേ? നമ്മൾ നേരത്തെ എന്താ എൻട്രി പറഞ്ഞേ? ടു ഷെയർ ക്യാപിറ്റലിന്. പക്ഷെ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് ഇപ്പൊ പോയത്? ഷെയർ ആപ്ലിക്കേഷനിലേക്ക്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷനിലൂടെ പോവാം. കാരണം എന്താ? പെട്ടെന്ന് ഒരാൾക്ക് നോക്കിയാൽ മനസ്സിലാവണ്ടേ ആപ്ലിക്കേഷനിൽ ഇത്ര എമൗണ്ടാ വന്നേ. അപ്പം ഇനി നമുക്ക് ഈ ഒരു അക്കൗണ്ടിനെ ക്ലോസ് ചെയ്തിട്ട് നേരെ എങ്ങോട്ട് കൊണ്ടുപോവാം? ഷെയർ ക്യാപിറ്റലിലേക്ക്. അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഇതൊക്കെ എവിടെ പോകേണ്ടതാ? ഷെയർ ക്യാപിറ്റലിലേക്കല്ലേ, ശരിയല്ലേ? ഇതൊക്കെ ക്യാപിറ്റൽ അല്ലേ? പക്ഷേ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ത്രൂ ആണ് പോകുന്നത്. കാരണം ആപ്ലിക്കേഷൻ മണി എത്രയാണ് വന്നതെന്ന് മനസ്സിലാവണ്ടേ അല്ലേ? ടെമ്പററി ആയിട്ട് തുറന്നു വെക്കുന്ന ഒരു അക്കൗണ്ട് ആണ് ഇത്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇതിനെങ്ങനെ ക്ലോസ് ചെയ്യാം? ഇതിനിപ്പോ ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? അപ്പം ഇതിനെ എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും? സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറ്റുമോ? ഇല്ല, അക്കൗണ്ട്സിൽ നമുക്ക് ആ പരിപാടി ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പം ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് എത്രയാ? 2 lakh ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, 2 lakh. ഇതിന്റെ എന്താ പറയാ, ഇങ്ങനെ ഒരു എൻട്രി പാസ് ചെയ്തതിനെ കൊണ്ട് നെറ്റ് എഫക്ട് എന്താവും? ഇത് രണ്ടും കട്ടായി. അവസാനം എന്ത് എൻട്രി വന്നു? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞില്ലേ ഈ എൻട്രി വരാം, അത്രയും. ഇനി അലോട്ട്മെന്റിന്റെ സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു
അലോട്ട്മെന്റിന്റെ സമയത്ത് ആപ്ലിക്കേഷൻ മണി പോലെ ആദ്യമേ ഇവർ തരുമോ? ആപ്ലിക്കേഷൻ മണി എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവർ ഇങ്ങോട്ട് തന്നു. പക്ഷേ അലോട്ട്മെന്റിന്റെ സമയത്ത് നമ്മൾ കമ്പനി അങ്ങോട്ട് ചോദിക്കും, സി ഞങ്ങൾക്കൊരു 3 രൂപയുടെ ആവശ്യം കൂടി ഉണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്ത ആൾക്കാരൊക്കെ 3 രൂപ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് പറയും. ശരിയല്ലേ? അപ്പൊ ഡ്യൂ ആവുമ്പോ, അതായത് കമ്പനിക്ക് വേണ്ടപ്പം കമ്പനി എന്ത് ചെയ്യും? കോൾ ചെയ്യും. ഓക്കെ, കോൾ ചെയ്യും. അപ്പൊ അലോട്ട്മെന്റിന്റെ സമയത്ത് കമ്പനി എന്ത് പറയും? പിന്നെ ഈ ഡ്യൂ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? ഡ്യൂ എന്ന് പറയുമ്പോ എന്താ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇലക്ട്രിസിറ്റി ബില്ലിലൊക്കെ കാണാം. അതായത് ഇലക്ട്രിസിറ്റി ബില്ലിൽ അതിന്റെ ഡ്യൂ ആയ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാം. കണ്ടിട്ടുണ്ടോ? പല ബില്ലിലും ഉണ്ടാവും ഡ്യൂ ഡേറ്റ്. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെന്റ് ആണെന്ന് വിചാരിച്ചോ. റെന്റ് എല്ലാ മാസവും 5th തരണം എന്ന് പറഞ്ഞാൽ എന്താ? ഏപ്രിൽ മന്തിന്റെ ഡ്യൂ ഡേറ്റ് എന്താ? 5th ഓഫ് ഏപ്രിൽ. ശരിയല്ലേ? അപ്പം എപ്പോഴാണോ അത് തരാനാവുക, അതായത് ആ ദിവസം മുതൽ ആ പൈസ കിട്ടേണ്ടതാണ്. ശരിയല്ലേ? ഓക്കെ, അപ്പം ഡ്യൂ ആവുന്നതിന്റെ ഒരു മീനിങ് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം അലോട്ട്മെന്റിന്റെ സമയത്ത് എന്താ എൻട്രി വരാ? കമ്പനി ചോദിക്കുവല്ലേ ചെയ്യുന്നേ. അപ്പം വരുന്ന എൻട്രി ഈ ഒരു എൻട്രി കണ്ടോ? ഇതിന് പകരം ഷെയർ allotment account debted to share capital എന്ന് പറയും. ഓക്കെ ആണ്. എത്രയായിരുന്നു എമൗണ്ട്? 3 rupees അല്ലേ? 3 rupees. അപ്പൊ എത്ര പോവും? 3 lakh ഷെയർ ക്യാപിറ്റലിലേക്ക് പോവും. ഇത് കിട്ടേണ്ടതാണല്ലോ, എന്തായാലും കിട്ടും, ചോദിച്ചാൽ അവർ തരാണ്ടിരിക്കില്ല. അപ്പം എന്താവും? ഈ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ പൈസ തരും. പൈസ തരുമ്പോൾ ഉള്ള എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ. ആപ്ലിക്കേഷൻ ആണോ? അടിയിട്ടും ആപ്ലിക്കേഷൻ അല്ല. എന്താ? അലോട്ട്മെന്റ് ആണ്. ഓക്കെ അല്ലേ? കാരണം അലോട്ട്മെന്റ് മണിയല്ലേ കിട്ടിയേ. അപ്പം അലോട്ട്മെന്റിലേക്ക് പോകും. ഓൾറെഡി നമ്മൾ ഇങ്ങനെ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ് ഒരു ഡെബിറ്റ് ബാലൻസ് ആക്കി വെച്ചിട്ടില്ലേ? ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് വെച്ച് ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യും. അപ്പം എഗെയിൻ നെറ്റ് എഫക്ട് എന്തായി? നെറ്റ് എഫക്ട് എന്തായി ശരിക്കും പറഞ്ഞ? ഇത് രണ്ടും ക്യാൻസൽ ആയി. എന്തായി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയാ നടക്കാൻ പോകുന്നേ. ഇനി അടുത്തത് ഇനി ഫസ്റ്റ് കോളിന്റെ സമയത്ത് നമ്മൾ കണ്ടു 2 rupees ആ കമ്പനി മേടിക്കുന്നത്. അപ്പൊ ഡ്യൂ ആവുമ്പോൾ ഉള്ള എൻട്രി എന്താ? ഡ്യൂ ആവുമ്പോ ബാങ്ക് അക്കൗണ്ട് ആണോ? അല്ല. ഡ്യൂ ആവുമ്പോ ബാങ്ക് അക്കൗണ്ട് വരുമോ? ഇല്ല. പൈസ കിട്ടുമ്പോ, പൈസ റിസീവ് ചെയ്യുമ്പോൾ മാത്രമേ ബാങ്ക് അക്കൗണ്ട് പിക്ചറിൽ വരുള്ളൂ. അപ്പോ ഡ്യൂ ആവുമ്പോൾ ഉള്ള എൻട്രി എന്താ? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റഡ്. എത്ര റുപ്പീസ് നോക്കിക്കേ? ഫസ്റ്റ് കോളിന് 2 rupees. അപ്പം 2 into 1 lakh എന്ന് പറയുമ്പോൾ 2 lakh ടു ഷെയർ ക്യാപിറ്റൽ. ശരിയല്ലേ? ഡ്യൂ ആവുമ്പോൾ നമ്മൾ ഈ എമൗണ്ട് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. ഇനി ഇത് റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എന്തായിരിക്കും? സെയിം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് 2 lakh ടു ആപ്ലിക്കേഷൻ ആണോ? അലോട്ട്മെന്റ് ആണോ? അല്ല. എന്താ? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഇതല്ലേ നമുക്ക് റിസീവ് ചെയ്തേ. അപ്പം ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എത്രയാ? 2 lakh. അപ്പം അഗെയിൻ എന്തായി? ഈ ഒരു അക്കൗണ്ടും ഈ ഒരു അക്കൗണ്ടും ക്ലോസ് ആയില്ലേ? എങ്ങനെയാ അത് ക്ലോസ് ആവുന്നേ? ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും വന്നാൽ അത് ക്ലോസ് ആയില്ലേ? ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഒരേപോലെ വന്നാൽ അത് ക്ലോസ് ആയില്ലേ? ശരിയല്ലേ? 2 lakh 2 lakh സെയിം എമൗണ്ടാ. സെയിം എമൗണ്ടിൽ ഡെബിറ്റും ക്രെഡിറ്റും ഒരേ അക്കൗണ്ടിൽ വന്നാൽ എന്തായി? അത് ക്ലോസ് ആയി. അപ്പം അഗെയിൻ എന്തായിരിക്കും നെറ്റ് എഫക്ട്? ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. അടുത്ത
എന്താ? സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറയുമ്പോൾ അഗെയിൻ ഡ്യൂ ആവുമ്പോഴുള്ള എൻട്രി എന്താ? സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ഷെയർസ്, ഷെയർസ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. എത്രയായിരുന്നു? 3 rupees ആയിരുന്നില്ലേ? അപ്പം 3 lakh. ഓക്കെ അല്ലേ? ഇനി റിസീവ് ചെയ്യുമ്പോഴോ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർസ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഉറപ്പല്ലേ? എന്താവുന്നേ? ഇത് രണ്ടും ക്യാൻസൽ ആയി. അവസാനം എന്ത് എൻട്രി വന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ഈ എൻട്രി വരാൻ. അപ്പം അതവിടെ തീരുന്നു. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് എൻട്രീസ് വരുന്നത്. ഇതിന്റെ ഇടയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരാൻ പറ്റും. എന്തൊക്കെയാ? കോൾസ് ഇൻ ഏരിയസ് വരാം. ഞാൻ പറഞ്ഞിട്ടില്ലേ കോൾസ് ഇൻ ഏരിയസിന്റെ കോൺസെപ്റ്റ് ഏകദേശം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയും. കോൾസ് ഇൻ ഏരിയസ് വരാം, കോൾസ് ഇൻ അഡ്വാൻസ് വരാം. അപ്പൊ നമ്മുടെ എൻട്രി ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ മെയിൻ ആയിട്ട് ഈ എൻട്രി തന്നെയാണ് ത്രൂ ഔട്ട് വരിക. ഓക്കെ അല്ലേ? പിന്നെ എമൗണ്ട്സ് എങ്ങനെയാ വരിക, പ്രീമിയം വരുമ്പോൾ എങ്ങനെയാ വരിക, അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. പിന്നെ അപ്പം ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് വരാം. പിന്നെ ഓവർ സബ്സ്ക്രിപ്ഷന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഓവർ സബ്സ്ക്രിപ്ഷന്റെ സമയത്ത് ചിലപ്പം ചില എന്താ പറയാ എമൗണ്ട്സ് നമ്മൾ റിജക്ട് ചെയ്യാം. അതായത് ഈ 1 lakh 4 lakh കിട്ടി, പക്ഷെ 1 lakh മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 3 lakh rupees വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം. റിജക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഈ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പം അവർക്ക് തന്നെ ആ പൈസ തിരിച്ചു കൊടുക്കും. സി, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇത്രയായിരുന്നു വേണ്ടത്, നിങ്ങൾക്ക് ഓൾറെഡി ഇത് കിട്ടിക്കഴിഞ്ഞു, അപ്പൊ നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? തിരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറെ കേസസ് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ ജസ്റ്റ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഇല്ലസ്ട്രേഷൻ 1 കണ്ടോ? ഇല്ലസ്ട്രേഷൻ 1 വളരെ സിമ്പിൾ ആണ്. അത് നിങ്ങൾക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, AK ലിമിറ്റഡ് മെയ്ഡ് ആൻ ഇഷ്യൂ ഓഫ് 10 lakh ഇക്വിറ്റി ഷെയർസ്. എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ്? 10 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. എന്താ അതിന്റെ ഫേസ് വാല്യൂ? 10 ആണ്. പേയബിൾ ഫുള്ളി ഓൺ ആപ്ലിക്കേഷൻ. അപ്പം ഫുള്ളി ഓൺ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ മീനിങ്? ആപ്ലിക്കേഷനിൽ തന്നെ ഈ 10 rupees കമ്പനി മേടിക്കുന്നുണ്ട്. ശരിയല്ലേ? നേരത്തെ കമ്പനി എങ്ങനെ മേടിച്ചതിന്റെ എക്സാമ്പിളിൽ 2, 3 അലോട്ട്മെന്റിൽ, പിന്നെ ഫസ്റ്റ് കോളില്, സെക്കൻഡ് കോളില്, അങ്ങനെയൊക്കെയല്ലേ മേടിച്ചത്. പക്ഷെ ഈ ഒരു കേസിൽ എന്താ? ഈ 10 rupees ആദ്യം തന്നെ മേടിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ സബ്സ്ക്രിപ്ഷൻസ് വേ റിസീവ് ഫോർ 12 lakh ഷെയർസ് എന്ന് വെച്ചാൽ എന്താ? 10 lakh ഷെയർസ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്തത്. പക്ഷേ 12 lakh ഷെയർസ് വേണമെന്നും പറഞ്ഞ് ആൾക്കാർ ബഹളം വെക്കുക. ഓക്കെ അല്ലേ? അപ്പം ഈ ആപ്ലിക്കേഷൻസ് കിട്ടിയത് എത്ര? 12 lakh ഷെയർസിന്. ആപ്ലിക്കേഷൻ മണി ഇൻ റെസ്പെക്ട് ഓഫ് 2 lakh ഷെയർസ് വാസ് റീഫണ്ടഡ്. അപ്പം റിജക്ട് ചെയ്തിട്ട് റീഫണ്ട് ചെയ്തു. ആൻഡ് ഷെയർസ് വേർ ഡ്യൂലി അലോട്ടഡ് ടു ദി റെസ്റ്റ്. ബാക്കിയുള്ളവർക്ക്, അതായത് 2 lakh ഷെയർസിനെ റീഫണ്ട് ചെയ്ത് കൊടുത്തു, ബാക്കി 10 lakh ഷെയർസിന് എന്താ പറയാ അലോട്ട് ചെയ്തു ഷെയർസ്, അവർക്ക് ആ ഷെയർസ് കൊടുത്തു. അപ്പം ഇതെങ്ങനെയാണ് എൻട്രി പാസ് ചെയ്യാന്ന്. അപ്പം ആദ്യത്തെ എൻട്രി കണ്ടോ? എന്താ അത്? സി, എമൗണ്ട് കണ്ടോ? 3 0 ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഇസ് ഇൻ thousands. അപ്പം എന്താ ആദ്യത്തെ എൻട്രി? എന്താ? ആപ്ലിക്കേഷൻ വരുമ്പോൾ തന്നെ എന്താ ചെയ്യുക? ഡ്യൂ ആയ എൻട്രി ആണോ വരിക? അല്ല, റിസീവ് ചെയ്ത എൻട്രി ഫസ്റ്റ് വരും. ആപ്ലിക്കേഷന്റെ സമയത്ത് എപ്പോഴും റിസീവ് ആയ എൻട്രി ആണ് ഫസ്റ്റ് വരിക. കാരണം ഈ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുമ്പോൾ തന്നെ എന്ത് കിട്ടുന്നുണ്ട്? ആപ്ലിക്കേഷൻ മണി കിട്ടുന്നുണ്ട്. ശരിയല്ലേ? ബാക്കിയുള്ള സമയത്തോ അലോട്ട്മെന്റ് ആണെങ്കിലും, ഫസ്റ്റ് കോൾ ആണെങ്കിലും, അല്ലെങ്കിൽ സെക്കൻഡ് കോൾ ആണെങ്കിലും, എത്ര കോൾ പോയാലും ആദ്യം ഡ്യൂ ആയ എൻട്രിയാ വരാം. അതായത് ഷെയർ അലോട്ട്മെന്റ് ടു ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഷെയർ ഫസ്റ്റ് കോൾ ടു ഷെയർ ക്യാപിറ്റൽ. അങ്ങനെ ഡ്യൂ ആയ എൻട്രി ഫസ്റ്റ് വരും. പിന്നീട് മാത്രമേ എന്ത് വരുള്ളൂ? റിസീവ് ആയതിന്റെ, അതായത് റിസീറ്റിന്റെ എൻട്രി. ഓക്കെ അല്ലേ? അപ്പം ആപ്ലിക്കേഷന്റെ സമയത്ത് എത്രയാണ് റിസീവ് ചെയ്തേ? 12 lakh ഷെയർസിന് 10 rupees വെച്ച് കിട്ടി. ശരിയല്ലേ? അപ്പം 1,20 lakhs എന്താവും? റിസീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ ആപ്ലിക്കേഷൻ.
ഇതിൽ എത്രയാ നമ്മൾ റീഫണ്ട് ചെയ്യുന്നത്? 2 lakh ഷെയർസിന്റെ 10 rupees വെച്ചിട്ട്. അപ്പൊ 20,000 ശരിയല്ലേ? ഈ ഒരു ഇല്ലസ്ട്രേഷൻ നമുക്ക് ചെയ്താലോ? എന്താ അവര് പറഞ്ഞേ? 10 lakh ഷെയർസ് 10 rupeesന്റെ ഇതാണ് കമ്പനിക്ക് വേണ്ടത്. പക്ഷേ എത്രയാ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? 12 lakh ഷെയർസ് ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു. അപ്പൊ അതിന്റെ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ്. നമുക്ക് 3 0 മാറ്റി വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു എന്താ? ഷെയർ ആപ്ലിക്കേഷൻ. എത്ര എമൗണ്ട്? ഇത്രയല്ലേ റിസീവ് ആയേ? അപ്പം ഒരു 0. ഓക്കെ അല്ലേ? ഇതിന്റെ 2 0, ഇതിന്റെ ഒരു 0, 3 0 ആയില്ലേ? ഓക്കെ, അപ്പൊ ഇനി എന്താ പറഞ്ഞേ? ഇതില് 2 lakh ഷെയർസിന്റെ 2 lakh ഷെയർസ് എന്ത് ചെയ്തു? റീഫണ്ട് ചെയ്തു എന്നാ പറയുന്നേ. അപ്പം റീഫണ്ട് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ എൻട്രി എന്താ? ഒന്നുമില്ല, ഇത് റിവേഴ്സ് ചെയ്യാം. അതായത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. അതായത് ആ അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷനിൽ വന്ന ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും. ഇതിന്റെ എമൗണ്ട് എങ്ങനെ കിട്ടിയേ? എത്ര ഷെയർസാ റീഫണ്ട് ചെയ്യണ്ടേ? 10 lakh ആയിരുന്നു വേണ്ടേ? 12 lakh ആയിരുന്നു കിട്ടിയേ. 200 ഷെയർസ് എക്സ്ട്രാ 10 rupees വെച്ചിട്ട്. അപ്പം 2000 നമ്മൾ എന്ത് ചെയ്തു? റീഫണ്ട് ചെയ്തു. ഇനി ബാക്കി എത്രയുണ്ട്? 10,000 ഷെയർസ് അല്ലെ? 12,000 2000 റീഫണ്ട് ചെയ്ത് എത്ര? 10,000 ഷെയർസ്. ഇതിന്റെ എൻട്രി എന്താ? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റഡ്. അതെന്തിനാ അതിനെ ഡെബിറ്റ് ചെയ്തേ? കാരണം ദേ ഇവിടെ തുറന്നു വെച്ചിരിക്കുകയല്ലേ ക്രെഡിറ്റില്. അപ്പം ഇനി അതിനെ ക്ലോസ് ചെയ്യാൻ എങ്ങനെയാ? അതിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്രയാ? 10,000. ഓക്കെ അല്ലേ? അപ്പം അൾട്ടിമേറ്റ്ലി എന്താവും എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ എന്നാവും. കാരണം ബാങ്കിൽ 12,000 ആയിരുന്നു, റീഫണ്ട് ചെയ്തപ്പോ എത്രയായി? 2,000 കുറഞ്ഞു, അപ്പൊ 10,000 ആയി. അഗെയിൻ ഷെയർ ആപ്ലിക്കേഷനിൽ 12,000 ആയിരുന്നു. ഇവിടെ ഷെയർ ആപ്ലിക്കേഷൻ ഡെബിറ്റ് ചെയ്തപ്പോ എത്ര കൊണ്ടാ ഡെബിറ്റ് ചെയ്തേ? 2,000 വെച്ചിട്ട്. അപ്പൊ ഷെയർ ആപ്ലിക്കേഷനിൽ ബാക്കി എത്രയാ? 10,000. ഓക്കെ, അപ്പൊ ബാങ്കിലെ ബാലൻസ് ഇതും ഷെയർ ആപ്ലിക്കേഷന്റെ ബാലൻസ് ഇതുമായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ആപ്ലിക്കേഷൻ ഈ ക്രെഡിറ്റ് ബാലൻസിനെ ഡെബിറ്റ് ചെയ്തു. അപ്പം അത് ക്യാൻസൽ ആയി. പിന്നീട് ഷെയർ ക്യാപിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടു. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്തായാലും ക്വസ്റ്റ്യൻ ചെയ്തു പോകുമ്പോൾ മനസ്സിലാവും. ഓക്കെ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താലോ നമുക്ക്? സോ ഇതാ ഷെയർ ഇഷ്യൂഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. ഞാൻ ഓൾറെഡി ആ കേസ് പറഞ്ഞു പോയില്ലേ? അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് വായിച്ചു പോയാൽ പോരെ. ഷെയർ ഇഷ്യൂഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്, ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി കണ്ടോ? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ. പിന്നെ എക്സസ് ഷെയർ ക്യാപിറ്റൽ മണി റീഫണ്ടഡ്, നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പൊ നമുക്കറിയാം. പിന്നെ ഇനി ഷെയർ ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ, നമുക്കറിയാം. അലോട്ട്മെന്റ് ഡ്യൂ ആകുമ്പോൾ, പിന്നെ അലോട്ട്മെന്റ് റിസീവ് ആകുമ്പോഴുള്ള എൻട്രി ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഇനി ഇല്ലസ്ട്രേഷൻ 2 കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, BK Limited made an issue of 10 lakh equity shares of 10 rupees each, payable at 2 on application, 4 on allotment and 4 on first and final call. അപ്പം എങ്ങനെയാ? 2ഉം 4ഉം എത്രയായി? 6ഉം 4ഉം 10. അപ്പൊ ടോട്ടൽ 10 rupees എങ്ങനെയാ മേടിക്കുന്നത്? ആപ്ലിക്കേഷന്റെ സമയത്ത് 2 rupees ചോദിച്ച് മേടിക്കുന്നുണ്ട്. പിന്നെ അലോട്ട്മെന്റിന്റെ സമയത്തോ നമ്മൾ വിളിച്ചിട്ട് പറയും, സി അലോട്ട്മെന്റ് ആയി 4 rupees തരണം. പിന്നെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളോ അഗെയിൻ നമ്മൾ വിളിച്ചു പറയും, 4 rupees ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആയി, 4 rupees തരേണ്ടതാണ്. ഓക്കെ, ഇനി സബ്സ്ക്രിപ്ഷൻസ് ബൈ റിസീവ് ഫോർ 12 lakh ഷെയർസ്. നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? അതേപോലെ തന്നെ. അപ്പം ഇതെന്ത് കേസാ? ഓവർ സബ്സ്ക്രിപ്ഷൻ. അതെങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയ? 10 lakh ആണ് നമ്മള്, അതായത് കമ്പനി ഇഷ്യൂ ചെയ്തത്. പക്ഷേ പബ്ലിക് എത്ര സബ്സ്ക്രൈബ് ചെയ്തേ? 12 lakh. ഈ 12 lakh ഷെയർസ് ഉണ്ടോ നമുക്ക് കൊടുക്കാൻ?
ഇല്ല. അപ്പൊ ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ്. ഇനി ആപ്ലിക്കേഷൻ മണി ഇൻ റെസ്പെക്ട് ഓഫ് 2 lakh shares was refunded and shares were duly allotted to the rest. All the amounts were duly received. അപ്പൊ എന്താ ഈ ഇലസ്ട്രേഷനിൽ പറയുന്നേ? ഓക്കെ, ഇൻസ്റ്റാൾമെന്റിൽ എത്ര? 10 lakh ഷെയർസ് ആണ്. ഇത് ₹10 ആണ്. ഇത് എങ്ങനെയൊക്കെയാ? 2, 4, 4. അതായത് ആപ്ലിക്കേഷന്റെ സമയത്ത് 2, അലോട്ട്മെന്റിന്റെ സമയത്ത് 4, പിന്നെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഓക്കെ, കോളിന്റെ സമയത്ത് 4. ഇങ്ങനെയാണ്. പക്ഷേ ഓക്കെ, ഇതാണ് കമ്പനിക്ക് വേണ്ടത്. പക്ഷേ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത് എത്രയാ? 12 lakh ഷെയർസിനെ. സി, ഈ 12 lakh ഷെയർസിൽ 10 rupees ആയിരിക്കുമോ വന്നത്? അല്ല. കാരണം എന്തുകൊണ്ടായിരിക്കും? കാരണം ആപ്ലിക്കേഷന്റെ സമയത്ത് കമ്പനി ചോദിക്കുന്നത് എത്രയാ? 2 rupees അല്ലേ? അപ്പൊ ആ 2 rupees ആയിരിക്കില്ലേ പബ്ലിക് തന്നിട്ടുണ്ടാവുക. നേരത്തെ ക്വസ്റ്റ്യനിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ല കമ്പനി മേടിച്ചത്, കമ്പനി ഈ 10 rupees മേടിച്ചായിരുന്നു, ശരിയല്ലേ? പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കമ്പനി ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് മേടിക്കുന്നത്. അപ്പം എന്തായിരിക്കും പബ്ലിക് തന്നിട്ടുണ്ടാവുക? 10 rupees അല്ല. എത്ര റുപ്പീസാ തന്നെ? 2 rupees വെച്ചിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഓക്കെ, അപ്പം 12 lakhന് 2 വെച്ചിട്ട്. അപ്പം ആദ്യത്തെ നമ്മുടെ എൻട്രി എന്തായിരിക്കും? ഫസ്റ്റ് എൻട്രി റിസീവ് ചെയ്യുന്ന എൻട്രി. ഓൾവേസ് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതിന്റെ എൻട്രി ആണ് ഫസ്റ്റ് വരിക. അപ്പൊ ബാങ്ക് അക്കൗണ്ട് എത്ര എമൗണ്ട്? 12 lakh into 2 എന്ന് പറയുമ്പോ എത്രയാ? 24 lakh. ശരിയല്ലേ? 24 lakh ഇതല്ലേ റിസീവ് ചെയ്തേ? ടു ഷെയർ ക്യാപിറ്റൽ ആണോ? അല്ല, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ശരിയല്ലേ? 2ഉം 4ഉം 6ഉം അല്ലേ? ഓക്കെ, ദാ എൻട്രി കണ്ടോ? ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ആപ്ലിക്കേഷൻ. അപ്പം അഗെയിൻ തൗസൻഡ്സിലാണ് എമൗണ്ട് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടാണ് 2400 എന്ന എമൗണ്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത എന്താ? അപ്പം ഈ 2 lakh ഷെയർസിനെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ശരിയല്ലേ? അപ്പൊ 2 lakh ഷെയർസിന്റെ എത്ര രൂപ വെച്ചിട്ടായിരിക്കും റീഫണ്ട് ചെയ്യുക? ഈ 2 lakh ഷെയർസിന്റെ മുകളിലും അവര് 2 rupees തന്നിട്ടുണ്ടാവില്ലേ? ശരിയല്ലേ? 2 rupees അല്ലേ കമ്പനി ചോദിച്ചത് ആപ്ലിക്കേഷന്റെ സമയത്ത്. അപ്പൊ ആ 2 rupees എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻവെസ്റ്റേഴ്സ് തന്നിട്ടുണ്ടാവില്ലേ? ഷെയർ ഹോൾഡേഴ്സ്, എന്ത് വേണേലും വിളിക്കാം. ഓക്കെ, അവർ തന്നിട്ടുണ്ടാവില്ലേ? അപ്പം ഈ 2 lakh into 2, ഈ 4 lakh നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ 4 lakhsഉം തിരിച്ച് കൊടുക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇനി ബാക്കി എന്താ? 4 അല്ല, അതിനു മുന്നേ ആപ്ലിക്കേഷന്റെ മണി ഇപ്പൊ എവിടെയാ കിടക്കുന്നേ? ടെമ്പററി അക്കൗണ്ടിലല്ലേ? ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ തൽക്കാലത്തേക്ക് ഒരു അക്കൗണ്ട് വെച്ചതല്ലേ, അത് എങ്ങോട്ടേക്ക് പോണം? ഷെയർ ക്യാപിറ്റലിലേക്ക് പോണം. അപ്പം ആ അക്കൗണ്ടിൽ നമുക്കൊന്ന് ക്ലോസ് ചെയ്താലോ? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. എത്ര എമൗണ്ട്? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിൽ ഇപ്പൊ എത്ര ബാലൻസ്? 24 lakh ആയിരുന്നു ക്രെഡിറ്റിൽ ഉണ്ടായത്, അതിൽ 4 lakh ഡെബിറ്റ് ആയി. അപ്പം 24 lakh ക്രെഡിറ്റിൽ ഉണ്ടായതിൽ നിന്നും 4 lakh ഡെബിറ്റ് ആയാൽ എന്താവും? അതിന്റെ ബാലൻസ് 20 lakhs ക്രെഡിറ്റിൽ ഉണ്ടാവും. ഈ 20 lakhsനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പം അത് ക്യാൻസൽ ആവും, പിന്നെ ഷെയർ ക്യാപിറ്റലിലേക്ക് ആ എമൗണ്ട് പോകും. ഓക്കെ അല്ലേ? അപ്പം ആപ്ലിക്കേഷന്റെ മണി പോകുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തത് അലോട്ട്മെന്റ് എത്രയായിരുന്നു? 4 rupees. അപ്പം ഈ 4 rupees എങ്ങനെ പോകും? ആദ്യം തന്നെ ആരെങ്കിലും തരുമോ? ഇല്ല. എന്ത് ചെയ്യണം? കമ്പനി പറയണം, സി അലോട്ട്മെന്റ് ആണ്, ഡ്യൂ ആവുകയാണ് എൻട്രി പറഞ്ഞിട്ട്. അപ്പം എന്തായിരിക്കും എൻട്രി? പറഞ്ഞേ, ഡ്യൂ എൻട്രി എന്താ? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്
ടു ഷെയർ ക്യാപിറ്റൽ. എത്ര എമൗണ്ട്? 10 lakh ഷെയർസിൽ 4 rupees അല്ലെ? അപ്പം 40 lakhs. ഇനി ഡ്യൂ ആയി കഴിഞ്ഞാലല്ലേ ഈ എമൗണ്ട് റിസീവ് ആവുള്ളൂ? അതോ ആപ്ലിക്കേഷൻ പോലെ ആദ്യമേ കിട്ടുമോ? ഇല്ല. ഓൾറെഡി പറഞ്ഞു, ആപ്ലിക്കേഷന്റെ കേസിൽ മാത്രമേ ആദ്യം തന്നെ പൈസ വരുള്ളൂ. അപ്പം എന്താ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ്. എന്തിനാ ഷെയർ അലോട്ട്മെന്റ് എഴുതിയേ? ഇത് ക്യാൻസൽ ചെയ്യാൻ. അൾട്ടിമേറ്റ്ലി എന്താവും എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് ആവും. ഓക്കെ അല്ലെ? അപ്പം 40 lakhs, 40 lakhs. പിന്നീട് എന്താ പറഞ്ഞേ? ഫൈനൽ കോൾ. ഫൈനൽ കോൾ ആവുമ്പോ അഗൈൻ എമൗണ്ട് റിസീവ് ആയതിന്റെ എൻട്രി ആണോ? അല്ല. അപ്പൊ എന്താ? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. സെയിം എമൗണ്ട് അല്ലേ? അപ്പം 40 lakh, 40 lakh. ഇനി അതിനുശേഷല്ലേ എമൗണ്ട് റിസീവ് ആവുള്ളൂ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. സി, ഈ പൈസ ആർക്കാ റിസീവ് ആവുന്നത്? കമ്പനിക്ക്. ആരുടെ കയ്യിൽ നിന്നും? ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും. ശരിയല്ലേ? ഇതും എവിടുന്നാ? ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് കൊടുക്കുന്നു. ആപ്ലിക്കേഷന്റെ സമയത്ത് മാത്രം എന്തായി? ആദ്യം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ മണി കിട്ടും കമ്പനിക്ക്. ഓക്കെ അല്ലേ? അപ്പം ഈ 2 ക്വസ്റ്റ്യൻസോടെ ഈ ഒരു സെഷൻ നമ്മൾ നിർത്താണ്. ബാക്കി നമുക്ക് ഒരുമിച്ച് തന്നെ പഠിക്കാം. ഓക്കെ? നമ്മൾ എന്താ പറയുക, ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കോൾസ് ഇൻ എറിയേഴ്സ്, കോൾസ് ഇൻ അഡ്വാൻസ്, അങ്ങനെയുള്ള കുറെ കോൺസെപ്റ്റ്സ് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ? ഇപ്പം തിയറി മാത്രം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മനസ്സിലാവില്ല. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്ത് എഴുതാകുമ്പോൾ ഇതൊക്കെ നമുക്ക് എന്താവും? ഇതിലൊക്കെ നമ്മൾ എക്സ്പേർട്സ് ആവും. ഓക്കെ? താങ്ക് യു.